ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുകയാണ്. ആ ടോൾ പിരിവ് ഇനി പുനഃസ്ഥാപിക്കണമെങ്കിൽ അടിപ്പാത മേൽപ്പാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിലെ എല്ലാം തന്നെ സർവീസ് റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണം. ഈ വഴിയിലൂടെയുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണം. അങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതൊക്കെ തന്നെ ഹൈക്കോടതി തീരുമാനിക്കുക. ഇപ്പോൾ എന്താണ് ഈ റോഡുകളുടെ അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നേരത്തെ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ കിടന്ന ശേഷമാണ് പല വാഹനങ്ങൾക്കും എത്തേണ്ട സ്ഥാനത്ത് എത്താനായി കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. റോഡുകളുടെ അവസ്ഥ എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പാലിയേക്കര ടോൾ പ്ലാസ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഗതാഗതക്കുരുക്കുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ആമ്പല്ലൂർ ജംഗ്ഷൻ. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടത്തെ കിലോമീറ്ററുകളോളം, അതായത് ഇവിടെ നിന്നും ആമ്പല്ലൂർ മുതൽ ദേശീയപാതയുടെ ടോൾ പിരിവ് നടക്കുന്ന പാലിയേക്കര വരേക്കും ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സർവീസ് റോഡിലെ ഈ കുഴികളായിരുന്നു. ഈ സർവീസ് റോഡിൽ ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും പല ലെയറുകളായാണ് ഇവിടെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുള്ളത്. ഈ അറ്റകുറ്റപ്പണിയുടെ ഗുണനിലവാരം സംബന്ധിച്ച സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ആമ്പല്ലൂരിൽ നിന്നും നമ്മൾ എത്തി നിൽക്കുന്നത് പേരാമ്പ്രയിലാണ്. ഇവിടെയും സർവീസ് റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണനിലവാരം സംബന്ധിച്ച സംശയങ്ങളാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ അടിപ്പാത നിർമ്മാണം അത് വളരെ മന്ദഗതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ശാസ്ത്രീയമായി സർവീസ് റോഡുകൾ ടാർ ചെയ്ത് ഗതാഗതം സുഗമമാക്കാതെ ഈ ടോൾ പിരിവ് അനുവദിക്കരുത്. കുറച്ച് പ്ലാസ്റ്റിക് വീപ്പകൾ മാത്രം വെച്ചുകൊണ്ട് അതിനൊരു സുരക്ഷാ കവചം ഒരുക്കുക, അല്ലെങ്കിൽ ഒരു സംരക്ഷണ ഭിത്തിക്ക് സമാനമായ രീതിക്ക് ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഒരു കൃത്യമായ ഒരു നിർമ്മാണം അല്ലെങ്കിൽ കൃത്യമായ ഒരു സുരക്ഷാ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുമില്ല. ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവരുടെ ഒരു പേടി സ്വപ്നമായിരുന്നു മുരിങ്ങൂര്. സർവീസ് റോഡുകളുടെ ജോലികൾ ഇപ്പോൾ നടന്നിട്ടുണ്ട് എങ്കിൽ പോലും അതൊക്കെ തന്നെ എത്ര നാൾ നിലനിൽക്കുമെന്നുള്ളതാണ്. കാരണം അത്രയും അധികം ഭാരവാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖലയാണ് ഇത് എന്ന് പറയുന്നത്. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.